കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? 360 ഡിഗ്രിയിൽ ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും. അത് ശരി, ടീച്ചർ കീച്ചണ്ടല്ലേ? ഹെൽനോസ് പാട്ടിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ വലിച്ചു ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. ഞാൻ ചോദിക്കും, എനിക്ക് നിന്നെ സംശയമുണ്ട്, ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണേ അല്ലേ? പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ അറിവാണല്ലോ. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. പടച്ചോന് എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. സത്യമാണ് വിജയിക്കുള്ളൂ. ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. അധർമ്മം വിജയിക്കില്ല, സത്യമേവ ജയതേ. സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കാനേ ചെയ്യും. എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും പറഞ്ഞൊരു പൊന്നുസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. അയ്യോ, അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.